ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അതിഭീകരമായിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. ആ ഗ്യാപ്പ് അപ്പിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് കട്ട് ചെയ്ത് താഴേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇന്ന് അവിടെ സ്വാധീനിക്കാനുള്ള ഘടകം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു കമ്പനി അതിൻ്റെ റിസർച്ചും ഡെവലപ്മെൻറ്റും, അതായത് നമ്മൾ ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് റിസർച്ച് കോഡിംഗ് ഒക്കെ അവരുടെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വാർത്ത വന്നു. അപ്പോൾ ആ വാർത്ത വല്ലാത്തൊരു പാനിക്കാണ് IT കമ്പനികളുടെ മേളിലുണ്ടാക്കിയത്. അത് കാരണം പല സ്റ്റോക്സും നന്നായിട്ട് ക്രാഷ് ചെയ്തു. ആക്സെഞ്ചർ ഒരു 10%, ബാക്കിയുള്ള എല്ലാ സ്റ്റോക്സും 4-10% IT കമ്പനികളെല്ലാം ക്രാഷ് ചെയ്തു. അപ്പോൾ അതൊരു വല്ലാത്തൊരു പാനിക് ക്രിയേറ്റ് ചെയ്യുകയും US മാർക്കറ്റിലെ പല പൊസിഷൻസിൽ ഷോർട്ട് വരികയും അങ്ങനെ മാർക്കറ്റ് മൊത്തത്തിൽ അങ്ങ് തകരുകയും അതിൻ്റെ കൂടെ ഗോൾഡും സിൽവറും ഒക്കെ ഒരു ബുൾ റൺ വന്നു. ഇതിൻ്റെ ഇടയിൽ ഇറാൻ്റെ ഒരു ഡ്രോണിനെ അമേരിക്ക വെടിവെച്ചിട്ടു. അപ്പോൾ ഇതൊക്കെ വീണ്ടും ഒരു ഗ്ലോബൽ ടെൻഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒരു ഗ്ലോബൽ പ്രഷർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് 25,782. അപ്പോൾ ഏതാണ്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത ഈ ചാർട്ടൊക്കെ ഞാൻ നേരത്തെ വരച്ച് വെച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ സ്ഥിരം ഷെയർ ചെയ്യുന്ന ചാർട്ടാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ടും ഇത് പോയി ഒരു 26,400 തൊട്ട് താഴെ വന്ന് ഹിറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി 25,800 റേഞ്ചിൽ വന്ന് തിരിച്ച് ഹിറ്റ് ചെയ്തു. 880 എത്തിയില്ല. 880ക്ക് തൊട്ട് മുന്നേ 870 ഒക്കെ എത്തിയപ്പോഴേക്കും ഒരു 880 തന്നെ കൂട്ടുക, ബിക്കോസ് അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണല്ലേ. 880യിൽ നിന്ന് അത് ഏതാണ്ട് ഒരു 720 റേഞ്ചിൽ വന്നിങ്ങനെ നിൽപ്പുണ്ടല്ലേ. ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ട ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മാർക്കറ്റ് അതിഭീകരമായിട്ടുള്ള ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പ്രീമിയം മൂണിൽ തട്ടി എന്നുള്ളൊരവസ്ഥയിലായിരിക്കും നിൽക്കുക. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ സെല്ലർ ചെയ്യേണ്ടതുണ്ട്. ആ ഓപ്ഷൻ സെല്ലറിൻ്റെ ആ ഒരു മൈൻഡ് നമ്മൾ റീഡ് ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ഷോർട്ട് കവറിങ് അവർ ചെയ്യുമ്പോഴേക്കും, അതുപോലെ അവരുടെ പൊസിഷൻസിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും പ്രൈസിന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ആ അഡ്ജസ്റ്റ്മെൻറ്റിന് ആദ്യത്തെ ക്യാൻഡിൽ തന്നെ നമുക്കവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റി. ആദ്യത്തെ ഒരു അരമണിക്കൂറിനകത്ത് എൻ്റെ ട്രേഡ്, അരമണിക്കൂർ ഇല്ല 15 മിനിറ്റിനകത്ത് എൻ്റെ ട്രേഡ് തീർന്നു. ബിക്കോസ് ഈ ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ഞാൻ എല്ലാ സൈഡിലും എൻ്റെ പൊസിഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ പൊസിഷൻസ് മേളിലേക്ക് കയറിയ ഈ ഗ്യാപ്പ് നമുക്ക് ഒരു റിസ്ക്കി ആയിട്ടുള്ള ഒരു BTST ആണ്. എന്നാൽ ഇത് അത്രത്തോളം റിസ്ക്കി അല്ല. അന്നത്തെ ഡേ ഹൈ SL കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് അവിടെ ക്യാച്ച് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ ട്രേഡ് നടത്താൻ പറ്റി. അപ്പോൾ ആ ഇന്നലത്തെ അനാലിസിസ് അത് ഇന്നലെ തന്നെ നമുക്ക് പ്രയോജനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് പക്ഷേ ഇത് വാലിഡ് അല്ല എങ്കിലും ഞാൻ പറഞ്ഞു തരുവാണ്. ഇന്നലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ അവിടെ ഉണ്ടായിരുന്നു. മാർക്കറ്റ് അതിൻ്റെ ഇതാണ് എൻ്റെ സെറ്റപ്പ്. മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ഇതുവരെ വന്നിരുന്നു. ഇത് ഈ ഒരു ലെവൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഏരിയ, നമുക്കൊരു സൈഡ് വേസ് ഏരിയ ആയിട്ടും മാർക്കറ്റ് ഇത് ഓവർ പ്രൈസ്ഡ് ആയിട്ടും ഇത് ഇവിടെ നിന്ന് കയറി വന്നത് കാരണം ഇതൊരു കയറി വന്ന ഏരിയ എന്നുള്ളത് ഫീൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിന്, അതായത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോയാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെടണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ അത് കംപ്ലീറ്റ്ലി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് മാർക്കറ്റ് എടുക്കുന്ന ഡിസിഷനാണ്, അല്ലാണ്ട് നമ്മുടെ സൈക്കോളജി എടുക്കുന്ന ഡിസിഷനല്ല. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെടണം എന്ന് ഇല്ല. ബിക്കോസ് താഴോട്ടൊക്കെ നമ്മൾ ചാർട്ടിലേക്ക് നോക്കിയാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെടാത്ത ഒരുപാട് ചാർട്ട്സ് ഉണ്ട്. സോ അത് കാരണം ഇനി എന്തെങ്കിലും മാർക്കറ്റ് വീഴും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റിന് മേളിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സോ ഗ്യാപ്പ് എന്നുള്ളത് അവിടെ ഒരു സ്ട്രക്ചറായിട്ട് കിടക്കട്ടെ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് പറഞ്ഞാൽ മാർക്കറ്റിൽ ആ ഒരു US മാർക്കറ്റിൻ്റെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ കാരണം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ ആണ്. അപ്പോൾ നമ്മളും ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ലിറ്ററലി ഇവിടെ നിന്ന് ഇതുവരെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ചെറുതായിട്ട് കിടന്നേക്കാം, എനിക്കറിയില്ല. കാരണം മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല. മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ വരാം, ചിലപ്പോൾ ഒന്ന് താഴേക്ക് വന്ന് ശരി ഈ ഒരു ഏരിയയൊക്കെ നിന്നിട്ട് 25,400 ഇതിൻ്റെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 25,400 റേഞ്ചാണ്. 25,400, 25,240. അപ്പോൾ പിന്നെ ഈ ഒരു
ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്തേക്കാം. അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതല്ല, മാർക്കറ്റിൻ്റെ വീക്ക്നെസ് കാരണം ആൾക്കാർ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് TCS ഇരിപ്പുണ്ട്. സോ ബൈയിങ് പ്രൈസിൽ നിന്ന് കുറച്ച് മേളിൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് താഴേക്ക് വരുമ്പോഴേക്കും എൻ്റെ ബൈയിങ് പ്രൈസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതുപോലത്തെ പൊസിഷൻസൊക്കെ അനാവശ്യമായിട്ടുള്ള പൊസിഷൻസ് കളയും. ബിക്കോസ് TCS ഒക്കെ IT സെക്ടറിലുള്ള സ്റ്റോക്സാണ്. സോ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഉള്ള പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ട് അത് വേറൊരു പൊസിഷനിലേക്ക് മാറ്റുക എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു കറക്ഷൻ, ആ ഒരു സെല്ലിങ് നിഫ്റ്റിയുടെ പോയിന്റിൽ എഫക്റ്റ് ചെയ്യും. അതൊക്കെ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത എന്നെപ്പോലെ കളക്റ്റീവ് ബിഹേവിയറുള്ള ആൾക്കാരവിടെ ഉണ്ടായേക്കാം. സോ ഇതൊക്കെയാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 25,440, 25,520, 25,600 റേഞ്ചാണ് അതിൻ്റെ സപ്പോർട്ട് ഏരിയാസ് എന്ന് പറയുന്നത്. ഇതിലെവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ലൈൻസും അറിയാം. നമ്മൾ സ്ഥിരമായിട്ടല്ലേ ഇവിടെ ചാർട്ട് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ 25,240, 25,100, 350 ലെവലുണ്ട്. ഓക്കെ, 350, 440, 520, 600, 720, 800, 880 എന്നുള്ള ലെവൽസിലാണ് അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഓരോ ഏരിയയിലെത്തുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കാൽപ്പിംഗ് ട്രേഡ്സ് കിടപ്പുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന് സെറ്റ് ചെയ്യുക. ക്രൂഡ് ഓയിൽ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് വീക്കായി വന്നതാണ്, എന്നിട്ട് വീണ്ടും മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ ഒന്ന് സ്റ്റേബിൾ ആകുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾ നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു പ്രഷറുള്ള ഏരിയയാണ്. ഇതിന് മേളിലേക്ക് കയറി ഈ ക്യാൻഡിലുകൾക്ക് മേളിൽ വന്നു കഴിഞ്ഞാൽ ഒരു 5,744-ൻ്റെയോ 48-ൻ്റെയോ മേളിൽ വന്നു കഴിഞ്ഞാൽ, ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ 64-ൻ്റെ മേളിൽ നിങ്ങൾ നോക്കിക്കോ. 64-ൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതിലൊരു ട്രേഡ് ചിന്തിക്കാമെന്നുള്ളതാണ്. സോ 764-ൻ്റെ മേളിൽ ഒരു ട്രേഡ് ആലോചിക്കുക എന്നുള്ളതാണ്. മേളിലേക്കുള്ള ട്രേഡ്സ് അവിടെ നിന്നായിരിക്കും നല്ലൊരു ബുള്ളിഷ് ട്രേഡിനുള്ള സാധ്യത. ഓക്കെ, ബെയറിഷ് ആയിട്ടുള്ള ഒരു ഏരിയാസ് നോക്കുവാണെങ്കിൽ ഇവിടെ 36-ൻ്റെ താഴെയാണ് നമുക്ക് താഴേക്കുള്ളൊരു ലെവൽ. ഇതിനെ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, ഇപ്പോൾ ഈ ലെവൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ ട്രേഡിംഗ് ലെവൽസ്. മേളിലോട്ടുള്ള ലെവൽസും താഴോട്ടുള്ള ലെവൽസും ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാച്ചുറൽ ഗ്യാസ് അധികം മൂവില്ല, നെഗറ്റീവിലാണ്. നെഗറ്റീവിൽ നിന്ന് ഇത് ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഏരിയയിൽ 308-ൽ തട്ടി നിൽക്കുന്നുണ്ട്. 308, 292 എന്നിങ്ങനെയുള്ള ലെവൽസാണ് അതിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയ നിങ്ങൾ വാച്ച് ചെയ്ത് വയ്ക്കുക. ഇതിന് മേളിൽ 312, 316 അവിടെ കിടപ്പുണ്ട്. 316 ടാർഗറ്റ് കീപ്പ് ചെയ്യാം. ഓക്കെ, താഴേക്ക് നമുക്കൊരു 284 കീപ്പ് ചെയ്യാം. സോ ഈ ഒരു ലെവൽസ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ വാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അനാലിസിസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഇനി മുതൽ അനാലിസിസ് വൈകുന്നേരങ്ങളിലാക്കാം, തലേ ദിവസം വൈകുന്നേരം. ബിക്കോസ് രാവിലെ ഇപ്പോൾ 8:40 ആയിട്ടുണ്ട്. സോ ഇനി ഇത് കാണാനുള്ള വിൻഡോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് കാണുന്ന ഒരാൾക്കാണ് ഇത് വാലിഡ്. അത് കാരണം അതിൻ്റെ വ്യൂസ് വളരെ കുറവാണ്. സോ വ്യൂസിനും മോണിറ്റൈസേഷന് വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങൾക്ക് നേരത്തെ പോയി എത്തിക്കഴിഞ്ഞാൽ കുറേ പേര് ഇത് കാണാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ വൈകുന്നേരത്തേക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രിസൈസ് ഡേറ്റ കിട്ടും എന്നുള്ളത് കാരണമാണ് രാവിലെ വരുന്നത്. ശരി, അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ്. മാർക്കറ്റിൽ നിഫ്റ്റി 25 ഈ ഒരു ഏരിയയിലായിരിക്കും വന്ന് നിൽക്കാനുള്ള സാധ്യത. ഒരു 440-600 റേഞ്ചിലാണ് ഇന്നത്തെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. സോ അവിടെ നിന്നിട്ട് മാർക്കറ്റ് ഡിസൈഡ് ചെയ്യട്ടെ. IT സെക്ടർ വീക്കാണ്, ബാക്കി ഏത് സെക്ടർ എങ്ങനെ പോകുന്നു എന്നുള്ളത് കണ്ടിട്ട് പോവുക. ആദ്യത്തെ 15 മിനിറ്റത്തേക്ക് ട്രേഡ് ഇല്ല. ഞാൻ ഇന്ന് മാർക്കറ്റിലില്ല. ഇന്നത്തെ ട്രേഡും കൂടെ ചേർത്ത് ഇന്നലെ ഞാൻ എക്സ്ട്രാ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു. മാർക്കറ്റിലൊരു ഈ വീഴ്ചകളിലെല്ലാം PEയും ഒരു ഇടയ്ക്ക് കുഞ്ഞു CE, ഇവിടെ കുഞ്ഞു PE എടുത്തിട്ടുണ്ടായിരുന്നു. പല പൊസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ട്രേഡ്സ് ഉണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റിലായിരുന്നത് കാരണം വേറെ ടെൻഷനില്ല. ബ്രോക്കറേജൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. സോ ഇനി എനിക്ക് ട്രേഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഔട്ട് ഓഫ് ടൗൺ ആണ്. അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് ട്രേഡ് പോകുന്നു. ഇന്ന് സൈഡ് വേസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി വീക്ക് പ്ലസ് റിക്കവറി, ഒരു വോളറ്റൈൽ ഒരു സെഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.